ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു കല്യാണം നടന്നു. ആഘോഷമായിട്ട് നടന്നു എന്ന് നമുക്ക് പറയാം. കാരണം വിവാഹിതയായത് ഒരു സെലിബ്രിറ്റിയാണ്. ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കേരളത്തിലെ ഭരണകക്ഷിയിൽപ്പെടുന്ന രാഷ്ട്രീയ പ്രതിനിധികൾ, മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. ആ വിവാഹം ആഘോഷമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കഴിഞ്ഞത്. അതിനുശേഷം ഒരുപാട് വിവാദങ്ങളുണ്ടായി. ആ വിവാദങ്ങളൊക്കെ നിൽക്കുമ്പോഴും നമ്മുടെ ചില അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. വിവാഹിതയായ പെൺകുട്ടി അവളൊരു സെലിബ്രിറ്റി ആയിട്ട് മാറുന്നത് കഴിഞ്ഞ കുംഭമേളയ്ക്ക് അവൾ അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് നടക്കുകയായിരുന്നു. സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ അവളുടെ ഒരുപാട് റീലുകൾ വന്നു. സോഷ്യൽ മീഡിയ അത് ആഘോഷമാക്കി. മൊണാലിസ എന്നായിരുന്നു അവളുടെ പേര്, മൊണാലിസ ഭോസ്ലെ. ഈ പേരിനെ കുറിച്ചൊരു വിവാദം നിലനിൽക്കുന്നുണ്ട്. അവളുടെ ശരിക്കുള്ള പേര് മൊണാലിസ എന്നല്ല, മീഡിയയാണ് അവളുടെ പേര് അങ്ങനെ മാറ്റിയതെന്നൊക്കെ. പക്ഷേ വിവാഹത്തിന് ശേഷം മൊണാലിസ കൊടുത്തിട്ടുള്ള പത്രസമ്മേളനത്തിൽ അവൾ തന്നെ പറയുന്നത് പണ്ട് മുതലേ എൻ്റെ പേര് മൊണാലിസ എന്ന് തന്നെയായിരുന്നു എന്നാണ്. എന്തായാലും ആ പെൺകുട്ടിയുടെ വീഡിയോസൊക്കെ വൈറലായി. അവളൊരു താരമായി മാറി. അവളെ വെച്ചുകൊണ്ട് സിനിമകൾ പ്ലാൻ ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു സിനിമയുടെ, നാഗമ്മ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവൾ കേരളത്തിലേക്ക് വരുന്നത്. അവൾ കേരളത്തിലേക്ക് വരുമ്പോൾ അവളുടെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മധ്യപ്രദേശുകാരി ഒരു ഉത്തർപ്രദേശുകാരനുമായിട്ട് പ്രണയത്തിലാവാണ്, ഫർമാൻ ഖാൻ. അയാളും സിനിമയിലൊക്കെ അഭിനയിക്കുന്നതാണ്. അവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പ്രകാരം തമിഴിലും ഹിന്ദിയിലൊക്കെ ആയിട്ട് അയാൾ പല സിനിമകളുടെയും ഭാഗമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ നാഗമ്മ എന്ന സിനിമയിൽ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഫർമാൻ ഖാനാണ്. അങ്ങനെ അവരിരുവരും ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് കാണുന്നു, പരിചയപ്പെടുന്നു, ഇഷ്ടത്തിലാവുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പ്രകാരം മൊണാലിസയുടെ അച്ഛൻ അവളുടെ ആൻറ്റിയുടെ മകനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനമെടുക്കുന്നു. അവൾക്ക് ആ വിവാഹത്തിൽ യാതൊരു താല്പര്യമില്ല. അയാളെ ഒരു സഹോദരനെ പോലെയാണ് കണ്ടിട്ടുള്ളത്. അതേസമയം ഫർമാനുമായിട്ട് ഇഷ്ടത്തിലാണ്. പത്രസമ്മേളനത്തിൽ പറഞ്ഞ, ഞാനിങ്ങനെ വീണ്ടും അത് പറയുന്നതിൻ്റെ കാരണം ഈ സംഭവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ അവരായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുന്നതാണല്ലോ ശരി എന്നുള്ളതുകൊണ്ടാണ്. മൊണാലിസ തന്നെ ഫർമാനോട് പറഞ്ഞു, നീ എന്നെ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മുന്നിൽ പിന്നെ ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗ്ഗമൊന്നും ഇല്ലാന്ന്. അങ്ങനെ അവരിരുവരും കൂടി, അവർ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു, കേരളത്തിൽ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ്. തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവർ കാര്യം അവതരിപ്പിച്ചു. അച്ഛൻ എനിക്കിഷ്ടമല്ലാത്തൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിക്കുന്നുണ്ട്, എനിക്ക് ഇയാളൊത്ത് ജീവിക്കണം, സംരക്ഷണം വേണമെന്ന്. പോലീസുകാർക്ക് ആദ്യം ഇവരാരാ എന്താണെന്നൊന്നും മനസ്സിലായില്ല. പക്ഷേ പിന്നീടാണ് ഇവരൊരു സെലിബ്രിറ്റിയാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഇങ്ങനൊരു കേസ് ഉണ്ടാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തിന് എന്നെ വീട്ടുകാർ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരെ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. എന്താണ് പ്രശ്നം എന്നുള്ള രണ്ട് ഭാഗവും അവർ കേൾക്കും. നിയമപരമായി ഡീൽ ചെയ്യേണ്ടതിനെ നിയമപരമായിട്ടും അല്ലാതെ സംസാരിച്ച് സെറ്റിലാക്കേണ്ട കാര്യങ്ങളെ അങ്ങനെയും ഡീൽ ചെയ്യാൻ അവർ നിർദ്ദേശിക്കും. ഇതാണ് സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനിൽ സംഭവിക്കാറുള്ളത്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ അച്ഛനെ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അവരത് സംസാരിച്ച് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. എന്തായാലും പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത് ജനപ്രതിനിധികളും കൂടി ഇടപെടുമ്പോഴാണ്. തിരുവനന്തപുരത്തെ പൂവാറിലുള്ള അമ്പലത്തിൽ വെച്ച് അവർ വിവാഹം കഴിക്കുന്നു. വരൻ മുസ്ലിമാണ്, വധു ഹിന്ദുവാണ്. ഹിന്ദു മതാചാര പ്രകാരം ഒരു അമ്പലത്തിൽ വെച്ച് അവർ വിവാഹം കഴിക്കുന്നു. ഈ വിവാഹ ചടങ്ങിലാണ് നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടിയും CPMന്റെ സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദനും റഹീം അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നത്. പക്ഷേ പിന്നീട് ഇത് ഏത് രീതിയിലേക്ക് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി അനുഭാവികളായിട്ടുള്ള ആളുകളടക്കം ഇതാണ് റിയൽ കേരള സ്റ്റോറി. രണ്ടുപേർ തമ്മിൽ പ്രണയത്തിലാണെങ്കിൽ അവരെ ഒന്നിപ്പിക്കുക, അവർക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കുക എന്നുള്ളത് നമ്മളിവിടെ ചെയ്യും എന്നുള്ള രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചു. കാരണം ആ സമയത്ത് കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ഒരു വിഷലിപ്തമായ സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അതൊരു തരക്കേടില്ലാത്ത ഐഡിയ ആയിട്ട് വേണമെങ്കിൽ അവർക്ക് തോന്നിയിട്ടുണ്ടാവും. എന്തായാലും അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഇതിന് നടന്നു. പക്ഷേ ഇത് ലവ് ജിഹാദാണ് നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് നോർത്ത് ഇന്ത്യയിൽ വാർത്തകൾ പരക്കുന്നത്. അതുകൊണ്ടാണ് അവരിവിടെ ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇത് ലവ് ജിഹാദ് അല്ല, അവളെ എൻ്റെ മതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്ന് ഫർമാൻ ഖാനോട് മതം മാറാൻ താൻ പറഞ്ഞിട്ടില്ല എന്ന് മൊണാലിസയും പറയുന്നു. എന്തായാലും ഇപ്പോൾ അതിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, മൊണാലിസയുടെ മധ്യപ്രദേശ് സർക്കാർ ഇഷ്യൂ ചെയ്ത ജനന സർട്ടിഫിക്കറ്റ് പ്രകാരം അവൾക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല എന്ന് കാണിച്ച് VHV, ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത്, അതിൻ്റെ പേരിലൊരു പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ രണ്ട് പാർട്ടിക്കാരും, അതായത് കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തീവ്ര വലതുപക്ഷ അനുഭാവികൾ ഇത് ലവ് ജിഹാദ് ആണെന്ന് പറഞ്ഞ് ആ രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്യുന്നു. പക്ഷേ കേരളത്തിൽ ലവ് ജിഹാദ് അല്ല നടക്കുന്നത്, സ്നേഹിക്കുന്ന മനസ്സുകളെ ഒരുമിപ്പിക്കാനുള്ള അവസരമാണ് നമ്മളിവിടെ ഒരുക്കി കൊടുക്കുന്നത് എന്നൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷവും ഇതിനെ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കാം എന്നവർ, അല്ലെങ്കിൽ വിവാഹം നടത്തി കൊടുക്കാം എന്നവർ തീരുമാനിച്ചിട്ടുണ്ടാവുക. ഒരു രജിസ്റ്റർ ഓഫീസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കുക എന്ന് പറയുന്ന, കാരണം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് ഇവർ വിവാഹം കഴിക്കുന്നതെങ്കിൽ ഇവരൊരു രജിസ്ട്രാർ ഓഫീസിൽ പോയി ഒപ്പിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു കോപ്പി അവിടെ പ്രദർശിപ്പിക്കും. 30 ദിവസം
അതവിടെ പ്രദർശിപ്പിക്കുകയും ആർക്കും എതിർപ്പില്ലെങ്കിൽ അവർ വിവാഹം കഴിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഈ രീതിയാണല്ലോ എന്ന്. പക്ഷേ ഒരു ആരാധനാലയത്തിൽ വെച്ച് നമ്മൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ, അതായത് ആ ആരാധനാലയത്തിൽ വെച്ച് ഇവർ വിവാഹിതരായി എന്ന് ആരാധനാലയത്തിൽ നിന്നൊരു ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ വിവാഹ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതായത് വിവാഹം ലീഗലാക്കാൻ പറ്റും. അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്ന രീതിയിൽ ഇതിനെ സ്ട്രക്ചർ ചെയ്തത് ആ ഒരു മാർക്കറ്റിംഗ് സാധ്യത മുന്നിൽ കണ്ടിട്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇങ്ങനൊരു പരാതി പറയുന്നു. അവളുടെ അച്ഛനെ വിളിപ്പിക്കുന്നു. എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. അവൾ പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടിയാണ്. നിങ്ങൾ ഈ കാര്യത്തിൽ അവളുടെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. അവളുടെ ചോയ്സിനും പ്രിഫറൻസിനും ഒക്കെ ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ഇന്ത്യയാണ് എന്ന് അയാളെ പറഞ്ഞ് ബോധിപ്പിക്കുന്നു. പക്ഷേ അയാൾ അത് കൂട്ടാക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ, വീട്ടിലേക്ക് പോകാൻ തനിക്കിപ്പോൾ താല്പര്യമില്ല അല്ലെങ്കിൽ വിശ്വാസമില്ല എന്നുള്ളൊരു കാര്യം അവൾ അറിയിക്കുകയാണെങ്കിൽ, ഇവിടെ ഒരുപാട് റെസ്ക്യൂ ഹോംസും അതുപോലെയുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്തരമൊരു കാര്യത്തിലേക്ക് അവൾക്ക് മാറാം. ഇനി അതല്ല, ഇൻഡിപെൻഡൻ്റായി അവളുടെ കയ്യിൽ അതിനുള്ള പണമുണ്ടെങ്കിൽ അവൾക്ക് സ്വന്തമായിട്ടുള്ളൊരു താമസ സ്ഥലത്തേക്ക് മാറാം. നിയമം മൂലം അവൾക്ക് കിട്ടേണ്ടുന്ന പരിരക്ഷ ഉറപ്പാക്കുക. ഇനി വിവാഹം കഴിക്കാനുള്ള കാര്യങ്ങൾക്ക് നിയമോപദേശം നൽകുക എന്നുള്ള കാര്യവും ചെയ്യാം. പക്ഷേ വേണമെങ്കിൽ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ആരെങ്കിലുമൊക്കെ ചെന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതായത് നമ്മളിവിടെ ഉള്ള സമയത്ത് മറ്റൊരാളെ ഇഷ്ടമുള്ള ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇവിടെ ആരും ആക്രമിക്കാൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന ഒരു ധാർമ്മികമായ ചിന്തയുടെ പുറത്ത് അങ്ങനെ പോയി നിന്ന് ചെയ്തേക്കാവുന്ന ഒരു പരിപാടിക്ക് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരുന്നു, സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി വരുന്നു, MP വരുന്നു, ഇത്രയും ആളുകൾ നിന്ന് ഈ പരിപാടിയെ കുറച്ചും കൂടി കളറാക്കി മാറ്റുന്നതിൻ്റെ ഉദ്ദേശം അതിനൊരു പൊളിറ്റിക്കൽ മാർക്കറ്റിംഗ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ സ്നേഹിക്കുന്ന മനസ്സുകളെ ഒന്നിപ്പിക്കാൻ വേണ്ടി MP-യും MLA-യും മന്ത്രിയും പാർട്ടി ഭാരവാഹികളൊക്കെ ഒരുമിച്ച് നിൽക്കും എന്നുള്ളൊരു സന്ദേശമാണെങ്കിൽ, ഇതിനു മുൻപ് എത്രയോ ആളുകൾ ജാതി മത വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്തും ഒട്ടനവധി എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് വിവാഹിതരാകുന്നു, അല്ലെങ്കിൽ വിവാഹിതരാവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ചിലർ പരാജയപ്പെടുന്നു, നിയമ പോരാട്ടങ്ങൾ വേണ്ടി വരുന്നു. അത്തരം ഘട്ടങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേക കെയർ ഇവിടെ വന്ന സമയത്ത് എനിക്കതിനെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് മാത്രമേ വിലയിരുത്താൻ പറ്റുന്നുള്ളൂ. എന്തായാലും VHPയുടെ ഭാഗത്തുനിന്ന് DIGക്ക് പരാതി പോയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അതുപോലെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും പരാതികൾ ഉണ്ടാകുന്നു എന്ന് കേൾക്കുന്നു. തീർച്ചയായും അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസ് ശക്തമായി തന്നെ മുന്നോട്ട് പോകട്ടെ. ആരാണോ ഇവിടെ കള്ളത്തരം കാണിച്ചിട്ടുള്ളത്, കാരണം ആ പെൺകുട്ടിക്ക് 18 വയസ്സായി എന്നുള്ള രേഖകൾ അവർ പത്രസമ്മേളനത്തിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ രേഖ ഇനി ആരെങ്കിലും വ്യാജമായി നിർമ്മിച്ചതാണെങ്കിൽ തീർച്ചയായും വ്യാജരേഖ ചമച്ച ആളുകൾ നിയമത്തിന് മുന്നിൽ ശിക്ഷിക്കപ്പെടണം. മാതൃകാപരമായി തന്നെ ആ കേസ് ഡീൽ ചെയ്യപ്പെടണം. ഇനി അങ്ങനെയല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറയുന്ന രേഖയാണ് വ്യാജമായിട്ടുള്ളതെങ്കിൽ അതും തെളിയേണ്ടത് തന്നെയാണ്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്കും 21 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരു ആൺകുട്ടിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഇന്ത്യൻ ഭരണഘടന അവരുടെ ആഗ്രഹത്തിനൊരു സംരക്ഷണം ഉറപ്പുവരുത്തുന്നുണ്ട്. അവർക്ക് വിവാഹം കഴിക്കാം. പിന്നെ ശാരീരിക മാനസിക വളർച്ചയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളും പറയാറുണ്ട്, പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ വികാസം പൂർത്തിയാവുന്ന സമയത്ത് ഒരു 25 വയസ്സിനൊക്കെ ശേഷമേ ആളുകൾ വിവാഹം കഴിക്കേണ്ടതുള്ളൂ, അതാണ് കുറച്ചും കൂടി നല്ലൊരു പ്രായം എന്നൊക്കെ നമ്മളൊക്കെ വിലയിരുത്താറുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമപ്രകാരമുള്ള വിവാഹപ്രായം അതാണ്. ആ പ്രായത്തിൽ ഏതേത് മതവിഭാഗങ്ങളിൽ, ജാതി വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളാണെങ്കിലും അവർക്ക് ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാനുള്ള അവകാശം ഇവിടെ നൽകപ്പെടുമ്പോൾ നിങ്ങൾക്കത് ശരിയാവില്ലല്ലോ എന്ന് തോന്നുന്നതുകൊണ്ട്, അതായത് സാമൂഹികമായി നിങ്ങൾ വളർത്തപ്പെട്ടിട്ടുള്ള പല ചിന്തകളുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു മുസ്ലിമും ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ ഒരു ഹിന്ദു മുസ്ലിം ഒന്നും കല്യാണം കഴിച്ചാൽ ശരിയാവില്ലല്ലോ, അല്ലെങ്കിൽ മധ്യപ്രദേശുകാരനും ഉത്തർപ്രദേശുകാരിയൊക്കെ തമ്മിൽ അങ്ങനെയൊക്കെ കല്യാണം കഴിച്ചാൽ ശരിയാവോ എന്ന് പറയുന്നത് പോലത്തെ നിങ്ങളുടെ ചിന്തകളൊക്കെ നിൽക്കുമ്പോഴും അൾട്ടിമേറ്റ്ലി അത് അവരുടെ ചോയ്സാണ്. അപ്പോൾ അവർ കല്യാണം കഴിച്ചു. അതിലെന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിവാഹം സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അവിടെ ഉണ്ടായിരുന്നു, MP ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ ഉന്നമനവും അവരുടെ വിദ്യാഭ്യാസവും മുന്നോട്ടുള്ള പോക്കുമൊക്കെയാണ് നമ്മുടെ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും ആളുകൾ അവിടെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും ആളുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരവാദിത്തപൂർണ്ണമായ ഒരു സമീപനമുണ്ടായിരുന്നു. 18 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം, അവളുടെ കരിയറിൻ്റെ പ്രാധാന്യം, വിവാഹം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വളരെ കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ, ഒരു 6 മാസത്തോളം ആയിട്ടുള്ളൂ അവർ തമ്മിൽ പ്രണയത്തിലായിട്ട്. നമ്മളെല്ലാവരും പലതരം റിലേഷൻഷിപ്പുകളെ കണ്ടിട്ടുള്ളതാണ്, കടന്നുപോയിട്ടുള്ളതാണ്. ഒരു ഹണിമൂൺ ഫേസിലാണ് അവർ നിൽക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നത്, കല്യാണം കഴിച്ചത് അവരുടെ ചോയ്സാണ്. പക്ഷേ ഒരു റിലേഷൻഷിപ്പിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് അത് അവരുടെ ഒരു ഹണിമൂൺ ഫേസാണ്. ആ പെൺകുട്ടിയുടെ പ്രായത്തെ പരിഗണിക്കുമ്പോൾ അവളുടെ മുന്നോട്ടുള്ള കരിയറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അവളുടെ വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്,
ഉണ്ട്, ഈ റിലേഷൻഷിപ്പിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെയൊക്കെ പരിഗണിക്കപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇവരെ രണ്ടുപേരെയും ബോധവൽക്കരിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, ഞങ്ങൾക്ക് ഇതാണ് വേണ്ട, ഞങ്ങൾ കല്യാണം കഴിക്കണം എന്നാണെങ്കിൽ ഈ സംസ്ഥാന സെക്രട്ടറിയും വിദ്യാഭ്യാസ മന്ത്രിയൊന്നും അവിടെ വേണ്ട, അവർ കല്യാണം കഴിച്ചോളും. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ കേരള പോലീസ് മതി. അവിടെ ഈ മന്ത്രിയോ എം പിയോ MLA ഒന്നും പോയിട്ട് ഒരു അമ്മാവൻ്റെ സ്ഥാനത്ത് നിന്ന് കല്യാണം നടത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് സ്റ്റേറ്റ് നടത്തി കൊടുത്ത കല്യാണം പോലെയാണ് ഇവർ മാർക്കറ്റ് ചെയ്തത്. അവിടെ എന്തായിരുന്നു നടക്കേണ്ടിയിരുന്നത്? ആ പെൺകുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണമായിരുന്നു. ആൺകുട്ടിക്കും കൗൺസിലിംഗ് കൊടുക്കണം, അവളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ധാരണ കൊടുക്കണം. അവൾക്ക് വേണ്ടതൊരു ഷെൽട്ടറാണ്. അവളുടെ ഇഷ്ടത്തിനെതിരായി വിവാഹം കഴിപ്പിക്കാൻ പോകുന്ന വീട്ടുകാരിൽ നിന്ന് രക്ഷ നേടിയിരിക്കാൻ അവൾക്കൊരു ഷെൽട്ടറാണ് വേണ്ടത്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവളെ സ്കൂളിലും കോളേജിലും വിട്ട് പഠിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അത് ആവശ്യമാണെങ്കിൽ അതാണ് വേണ്ടത്. പക്ഷേ അതുപോലെ തന്നെ അവളുടെ മുന്നോട്ടുള്ള പോക്ക്, അഭിനയമാണ് അവൾ ഉദ്ദേശിക്കുന്ന കരിയറെങ്കിൽ അവിടെ എങ്ങനെയാണ് പോകേണ്ടത്, ലൈഫിൽ മുന്നോട്ട് അവൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയായിരിക്കും, ഒരു റിലേഷൻഷിപ്പിൽ നേരിടേണ്ടി വരുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയായിരിക്കും, ഇതിനെക്കുറിച്ച് കൃത്യമായ എഡ്യൂക്കേഷൻ കൊടുക്കണം. അവൾ അഭിനയമായിട്ട് മുന്നോട്ട് പോവുകയാണ്, സോ ആ കരിയറിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും വളരെ എക്യുപ്ഡ് ആയിട്ടിരിക്കാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക. തിരിച്ച് നാട്ടിൽ പോയാൽ ശരിയാവില്ല, എനിക്ക് കേരളം അഭയം തരണം എന്നവൾ പറയുമ്പോൾ, ഇന്ത്യ മഹാരാജ്യത്ത് എവിടെ യാത്ര ചെയ്യാനും താമസിക്കാനും ജോലി ചെയ്യാനുള്ള അവകാശം മൗലിക അവകാശമായിട്ട് നമുക്കൊക്കെയും കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ പ്രൊട്ടക്ഷൻ എനിക്ക് ആവശ്യമാണ് എന്നവൾ പറയുകയാണെങ്കിൽ നമ്മളും പറയുന്നു, നമ്മൾ കൂടെ നിർത്തും. ഇവിടെ വന്നിട്ട് ആരും നിന്നെ ഉപദ്രവിക്കില്ല, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരൊന്നും നിന്നെ അങ്ങനെ ആ കണ്ണോടുകൂടി ജഡ്ജ് ചെയ്യില്ല എന്നൊക്കെ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഒരു ഉറപ്പ് നൽകാം. അത് എത്രത്തോളം പാലിക്കപ്പെടുമെന്നുള്ളത് അടുത്ത കാര്യം. പക്ഷേ അങ്ങനെ ഒരു ഉറപ്പ് നൽകാൻ പറ്റുമായിരുന്നു. എന്നിട്ടും അവർ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് ഫൈനൽ പരിപാടിയായിട്ട് കാണുന്നെങ്കിൽ അവർ കല്യാണം കഴിച്ചോട്ടെ. പക്ഷേ അത് സ്റ്റേറ്റ് നിന്ന് നടത്തി കൊടുക്കുമ്പോഴുള്ള പ്രശ്നം, നമ്മളെന്താ കല്യാണം നടത്തി കൊടുക്കുന്ന സംസ്ഥാനമാണോ? നാളെ ചിലപ്പോൾ ആസാമിൽ നിന്ന് 2 പേര് വരികയാണ്, അവിടെ ഞങ്ങൾക്ക് കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റില്ല, മുഖ്യമന്ത്രി ഞങ്ങളുടെ കല്യാണത്തിന് വന്ന് അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയോ അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഞങ്ങളുടെ കല്യാണത്തിന് വന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഇങ്ങനെ ഒരു കീ പൊസിഷനിൽ നിന്ന് നമ്മൾ കല്യാണം നടത്തി കൊടുക്കുമ്പോഴുള്ളൊരു പ്രശ്നം, അവർ 2 വ്യക്തികളാണ്, 2 സ്വതന്ത്ര അഭിപ്രായങ്ങളുള്ള വ്യക്തികളാണ്. നാളെ എപ്പോഴെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ 2 വഴിക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ആ സമയത്ത് അവരെ ജഡ്ജ് ചെയ്യാൻ പോകരുത്. പക്ഷേ അങ്ങനെ 2 വഴിക്ക് പോകുമ്പോഴും അമ്മാവന്മാരും അമ്മായിമാരും ഒരുമിച്ച് നിന്ന് നടത്തി കൊടുക്കുന്ന കല്യാണത്തിലെ പ്രശ്നം എന്താ അറിയോ? ആ കല്യാണം കഴിക്കുന്ന 2 ആൾക്കാർ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ഇവരാണ് അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് പോകേണ്ടത്, അല്ലെങ്കിൽ ഇവരാണ് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മെയിൻ പരിപാടി അതാണ്. അവർ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ, എന്നിട്ട് ഇപ്പോൾ നടക്കണം കണ്ടില്ലേ, എന്താ ഇങ്ങനെ എന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അത്തരം ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ട ആളാണോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി? ഇത് മാത്രമല്ല, ഫ്യൂച്ചറിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇന്ന് അവർ 2 മതത്തിൽ നിൽക്കാമെന്ന് പറഞ്ഞു, പക്ഷേ നാളെ അവരിൽ ഒരാൾക്ക് അത് അങ്ങനെ പോരാ എന്ന് തോന്നിയാലോ? ഇന്ന് അവർ ആക്ടിങ് കരിയറാണ്, ഇങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് വെച്ചു, പക്ഷേ കരിയറിൽ ഒരു ഷിഫ്റ്റ് വേണമെന്ന് തോന്നി, ഇതിലൊരു മടുപ്പ് തോന്നി, പക്ഷേ എൻ്റെ പാർട്ട്ണർ ഇന്ന ജോലി ചെയ്യണമായിരുന്നു എന്ന്, അല്ലെങ്കിൽ എല്ലാ കാലത്തും ഈ ജോലി ചെയ്യണമായിരുന്നു എന്നാണ് ഒരാൾ ചിന്തിക്കുന്നതെങ്കിലോ കോംപ്ലിക്കേഷൻസ് ഒരുപാടുണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവാം. ഈ ഘട്ടങ്ങളിലൊക്കെ കേരള സർക്കാർ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. കാരണം നമ്മൾ മറ്റേ അമ്മാവനായിട്ട് നിന്ന് നടത്തി കൊടുത്തതാണല്ലോ, കൈപിടിച്ചു കൊടുത്തത് നമ്മളാണല്ലോ. ഇനി ഇതൊക്കെ പോട്ടെ, എപ്പോഴെങ്കിലും ഒരിക്കൽ കുറേ നാൾ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ അടുത്ത് എപ്പോഴെങ്കിലും ഇവർ പറയുകയാണ്, ആക്ച്വലി ഞങ്ങൾക്ക് കല്യാണം കഴിക്കണമെന്നല്ല, ആ സിറ്റുവേഷനിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ മന്ത്രിയും എല്ലാവരും ഒക്കെ വന്ന് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് കല്യാണം കഴിച്ച് പോയതാ, സത്യത്തിൽ ഞങ്ങൾക്ക് ആഗ്രഹമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ശരിക്കുള്ളൂ നമ്മൾ ആരാണെന്നറിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു കഥ ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? കേരളം എന്ന് പറയുന്നത്, ഇവിടെ ജാതിയുണ്ട്, മതമുണ്ട്, മനുഷ്യർ പല രീതിയിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തമ്മിലടിക്കുന്നുണ്ട്, ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ടെന്നേ. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റുന്ന, സഹവർത്തിത്വത്തോടുകൂടി പെരുമാറുന്ന, ഒരു അപകടം വരുമ്പോൾ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. പ്രശ്നങ്ങളുണ്ടാക്കുന്ന, ബഹളങ്ങളുണ്ടാക്കുന്ന പ്രശ്നക്കാരായിട്ടുള്ള ആളുകൾ ഉള്ളപ്പോഴും ഈ കേരളത്തിനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് സ്നേഹിക്കാനും ഒപ്പം ചേർത്ത് നിർത്തി സംരക്ഷിക്കാനും ഒക്കെ മനസ്സുള്ള കുറേ ആൾക്കാരുള്ളതുകൊണ്ടാണ്. അവരെല്ലാ കാലവും ഇവിടെ ഉണ്ടാവും. അവരുണ്ടാക്കുന്ന സ്റ്റോറിയാണ് കേരള സ്റ്റോറി. അതിനപ്പുറത്തേക്ക് ശരിക്കുള്ള കേരള സ്റ്റോറി ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇവിടെ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലെന്നേ. നമ്മുടെ രാജ്യം പറയുന്ന വിവാഹം കഴിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 ആണ്. ഈ 18 എന്ന് വരുന്നതിൻ്റെ കാരണം ടീൻ ആയതുകൊണ്ടാണ്. കൗമാരപ്രായത്തിൽ നിന്ന് യൗവനത്തിലേക്കുള്ളൊരു പോക്കാണ് നമ്മുടെ രാജ്യം അനുവദിക്കുന്നു എന്നുള്ളതുകൊണ്ട് 18-ാം വയസ്സിൽ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. പക്ഷേ
ആ സമയത്തും തൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ, കരിയറിൻ്റെ, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ, സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ, ലിംഗ സ്വാതന്ത്ര്യത്തിൻ്റെ, ലിംഗനീതിയുടെ ഒക്കെയും മാതൃകകൾ മനസ്സിലാക്കി ലോകം ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻസ് ഇത്രയും വിശാലമാണ്, എൻ്റെ ജീവിതത്തിനെ എനിക്കിഷ്ടമുള്ളതുപോലെ മോൾഡ് ചെയ്യാൻ പറ്റും എന്ന തിരിച്ചറിവിൽ തൻ്റെ ജീവിതത്തെ ഇൻഡിപെൻഡൻ്റായി ചൂസ് ചെയ്യുന്നൊരു പെൺകുട്ടി. അങ്ങനെയുള്ള, ഞാൻ പെൺകുട്ടി എന്ന് പറയുമ്പോൾ പെൺകുട്ടി മാത്രമല്ല ആൺകുട്ടികളും എൻ്റെ ജീവിതം എൻ്റെ ചോയ്സാണ്, ഞാനിത് ചൂസ് ചെയ്തതാണ് എന്ന സ്വബോധത്തോടു കൂടി നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്ന പ്രായം. അതുവരെ നമ്മൾ നമ്മുടെ ജീവിതത്തെ കരിപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരം 18ാമത്തെ വയസ്സായ കല്യാണം കഴിക്കാം എന്നുള്ള നിയമമുണ്ട്. എന്നാൽ പിന്നെ ഓടിപ്പോയി കല്യാണം കഴിക്കാമെന്ന് പറയുമ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ നമ്മൾ എള്ളോളം തരി കല്യാണങ്ങളൊക്കെ ഒരുപാട് കണ്ടില്ലേ? അത് കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചില്ലേ, ഇതാണോ കല്യാണം കഴിക്കേണ്ട പ്രായം? ഈ പ്രായത്തിൽ നമുക്ക് അതിനേക്കാൾ വലിയ പ്രയോറിറ്റീസ് ഇല്ലേന്ന്. അത് ഉറപ്പ് വരുത്തുമ്പോഴാണ് മനുഷ്യർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് മാറുന്നത്, അവനവൻ്റെ ലൈഫിനെ ചൂസ് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളവരായിട്ട് മാറുന്നത്. അങ്ങനെയുള്ള സമൂഹമാണ് മുന്നോട്ട് പോകുന്നത്, പുരോഗതി പ്രാപിക്കുന്നത്. ആ കൾച്ചറാണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ പറയുമ്പോഴല്ലേ നമ്മളൊരു നല്ല കേരള സ്റ്റോറിയായി മാറുന്നുള്ളൂ. 18 വയസ്സായി കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ളതാണ്, മക്കളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കണോ, നിങ്ങൾ കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ് കല്യാണം, പ്രോപ്പറായിട്ടല്ല എന്നാണെങ്കിൽ ഏറ്റവും മോശം അവസ്ഥയിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്ന, കൃത്യമായാണ് നടക്കുന്നതെങ്കിൽ എല്ലാം ഉരുത്തിരിഞ്ഞ് വരികയും നമ്മൾ കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു ടേണിംഗ് പോയിൻ്റാണ് വിവാഹം എന്ന് പറയുന്നത്. പക്ഷേ അതുമാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ്, അതുമാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. ആ കണ്ടീഷനിങ്ങിലൂടെ കടന്നു പോകുന്ന കുട്ടികളുടെ മുമ്പിൽ വിദ്യാഭ്യാസ മന്ത്രിയും MP ഒക്കെ നിന്നിട്ട് 18 വയസ്സ് പൂർത്തിയായി, ഇപ്പം ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത് അതാണല്ലോ, ആ കുട്ടിക്ക് 18 വയസ്സായോ എന്നാൽ നമ്മൾ കല്യാണം കഴിപ്പിച്ചാലും ഒരു തെറ്റുമില്ല, നിയമപരമായി ദാറ്റ് ഇസ് ഫൈൻ. പക്ഷേ സാമൂഹികമായി നമ്മളിതിനെ വിലയിരുത്തുന്ന സമയത്ത്, ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അത് കേരളത്തിന് പുറത്തായാലും കേരളത്തിനകത്തുള്ള വളർന്നു വരുന്ന തലമുറയ്ക്കാണെങ്കിലും അത്ര ഭൂഷണമല്ല എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. ഇനി 18 വളരെ വൾണറബിൾ ആയിട്ടുള്ളൊരു പ്രായമാണ് ഈ ടീനേജ് എന്ന് പറയുന്നത്. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, അത് തെറ്റാണെന്നല്ല, പരാജയപ്പെടാതെ നമ്മൾ പിള്ളേരെ വളർത്തിക്കൊണ്ട് വരണം എന്നല്ല, പരാജയപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ട്. ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് പരാജയപ്പെടുമ്പോഴാണ് എനിക്ക് എന്താണ് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുക, എന്തൊക്കെയാണ് എനിക്ക് വേണ്ടാത്തതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ 1-2 റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ റിലേഷൻഷിപ്പുകളിലൂടെ കടന്നു പോകും. ജീവിതം ഒരുപാട് കാണും, പല റിലേഷൻഷിപ്പുകൾ കണ്ടു പഠിക്കും. അങ്ങനെയൊക്കെ പോകേണ്ടുന്ന സമയത്ത് 18 വയസ്സായാലും ഉടനെ കല്യാണം കഴിക്കാം എന്ന് പറയുന്ന ഒരു ലൂപ്പ് ഹോളിനെ മുന്നിൽ കണ്ടുകൊണ്ട് വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് നമ്മളങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ, പഠിച്ച് മുന്നോട്ട് വന്ന് എനിക്ക് ഏതാണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് സെലക്ട് ചെയ്യാനുള്ള ഒരാളുടെ അവകാശത്തിനെ ഇൻഡയറക്റ്റ്ലി നമ്മൾ നിഷേധിക്കുന്നത് പോലെയാണ്. ഒരു സെൽഫ് ഐഡൻറ്റിറ്റി കൃത്യമായി ഡെവലപ്പ് ആകാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പ്രായമാണത്. ആ പ്രായത്തിൽ നമ്മൾ എക്സ്പീരിയൻസസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ സമയത്ത് കല്യാണം കഴിപ്പിച്ച് അയച്ചു എന്നുള്ളത്, അത് സ്റ്റേറ്റ് നടത്തി എന്നുള്ളത് നമ്മൾ കേരള മോഡലായിട്ട് പറയുമ്പോൾ എന്താണ് ശരിക്കും ഒരു കേരള മോഡലായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്? ഈ ഇന്ത്യ മഹാരാജ്യം നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും അതിൻ്റെ ഏറ്റവും മനോഹരമായ അവസ്ഥയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഉറപ്പു തരുന്ന, ഏറ്റവും മികച്ച ആരോഗ്യരംഗമുള്ള, ഏറ്റവും മികച്ച തൊഴിലവസരങ്ങളുള്ള, ഏറ്റവും മികച്ച ജീവിത സാഹചര്യങ്ങളുള്ള, ഏറ്റവും മികച്ച റിട്ടയർമെൻറ്റ് സൗകര്യങ്ങൾ വരെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും നമ്മൾ ഏറെ മുന്നിലാണ് എന്ന് പറയുന്നിടത്താണ്, അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര നമ്മൾ വളരെ ഫാസ്റ്റായി കൊണ്ടുപോകുന്നു എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥ കേരള മോഡലുള്ളത്. ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നിടത്താണ് നമ്മുടെ കേരള മോഡൽ നമ്മൾ കാണിക്കേണ്ടത്. ഇവിടെ അവർ രണ്ടുപേരും വിവാഹം കഴിച്ചത് ഒരു അപരാധമായി പോയി എന്നല്ല നമ്മൾ പറയുന്നത്, അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പക്ഷേ അങ്ങനെ വ്യാഖ്യാനിക്കാനും ചിന്തിക്കാനും സാധ്യതയുള്ളവരോടാണ് പറയുന്നത്. അവർ വിവാഹം കഴിച്ചതൊരു മഹാപരാധമായി പോയി എന്നല്ല പറയുന്നത്. അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു, അവർക്ക് വിവാഹം കഴിക്കാനുള്ള നിയമപ്രകാരമായ പ്രായമായി എന്ന് രേഖകൾ പരിശോധിച്ചു, അവർ വിവാഹം കഴിച്ചു. ഇനി അവർ ഒരുമിച്ച് ജീവിക്കും. ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടെന്ന് തോന്നിയാലും ഏറ്റവും സന്തോഷമായി അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാലും അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു പുരോഗമന സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. എന്നാൽ അതേസമയം അവിടെ സന്നിഹിതരായ ആളുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്, മറ്റൊന്ന് കേരളത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു MP ആണ്, അടുത്തത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇത്രയും ആളുകൾ അവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് അവർ ഉയർത്തിപ്പിടിക്കേണ്ടിയിരുന്ന ഒരു മാതൃക എന്ന് പറയുന്നത്
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ രണ്ടുപേരും ഇപ്പോൾ കല്യാണത്തെ കാണുന്നത് ഒരു നീഡായിട്ടാണ്. ആ പെൺകുട്ടി പറഞ്ഞത് ഇയാൾ എന്നെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ പോകാൻ വഴിയൊന്നും ഇല്ല എന്നാണ്. ആക്ച്വലി അങ്ങനെയാണോ വിവാഹം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? അതൊരു നീഡിൻ്റെ പുറത്തല്ലല്ലോ, അതൊരു ചോയ്സ് അല്ലേ. എനിക്ക് ഇന്നതാണ് വേണ്ടത്, ഇന്ന കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഇന്ന സ്വഭാവ ഗുണങ്ങളൊക്കെ ഉള്ള ഒരാളാണ് എനിക്ക് വേണ്ടത്, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളായിരിക്കണം എന്നൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി പരസ്പരം അറിഞ്ഞ ശേഷമാണ് നമ്മൾ പാർട്ട്ണറെ ചൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഈ പെൺകുട്ടി ഒരു നീഡായിട്ടാണ് കാണുന്നത്. അങ്ങനെയല്ല കുട്ടി നീ ചിന്തിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയിലേക്ക് അവൾ എത്തേണ്ടതായിട്ടുണ്ട്. അത് വളരെ എളുപ്പമുള്ളൊരു യാത്രയൊന്നുമല്ല. കുറച്ച് ഇമോഷണൽ മെച്യൂരിറ്റി നമുക്ക് ഇൻജെക്റ്റ് ചെയ്യാം എന്ന് ചിന്തിക്കാനും പറ്റില്ല. ഒരു വ്യക്തി അയാളുടെ എഡ്യൂക്കേഷൻ, കരിയർ, ആ കരിയറിൽ തന്നെ സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് ലോകം കണ്ട് ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി തുടങ്ങി ജീവിതാനുഭവങ്ങളിലൂടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയിൽ എനിക്കൊരു പാർട്ട്ണറെ വേണം, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ വളർച്ചയും എൻ്റെ ജീവിതത്തെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പാർട്ട്ണറെ വേണം എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് കൃത്യമായി നമുക്ക് വേണ്ടുന്നൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ കാണിക്കുന്ന ഒരു ഇമോഷണൽ മെച്യൂരിറ്റി 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതേസമയം ഈ പറഞ്ഞ വ്യക്തികളെല്ലാം ഇങ്ങനൊരു വിവാഹ ആവശ്യവുമായി അവൾ മുന്നോട്ട് വരുന്ന സമയത്ത് നിൻ്റെ വിദ്യാഭ്യാസവും നിൻ്റെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിൻ്റെ ശ്രമങ്ങൾക്കുമൊപ്പം എന്നും ഈ സർക്കാർ ഉണ്ടാവും. പെൺകുട്ടികളുടെ വളർച്ചയ്ക്ക്, അവരുടെ ഇൻഡിപെൻഡൻസിന് എന്നും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഈ സർക്കാർ അല്ലെങ്കിൽ ഈ നാട് നിനക്കൊപ്പവും ഉണ്ടാവും. അത് ഈ രാജ്യത്തിന് മുഴുവൻ അല്ലെങ്കിൽ ഈ ലോകത്തിന് മുഴുവൻ മാതൃകയാക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതല്ലേ അവർ ചെയ്യേണ്ടിയിരുന്നത്. എന്നെ സംബന്ധിച്ച് ഇതല്ല റിയൽ കേരള സ്റ്റോറി. അത് വേറെ. ഭാവിയിൽ ഇതൊക്കെ ശ്രദ്ധിക്കും എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയണമെന്ന് ആഗ്രഹമുണ്ട്. കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക. പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുന്ന സമയത്ത് അനാവശ്യമായി രാഷ്ട്രീയ വിവാദം എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോയാൽ ആർക്കും ഒരു ഉപകാരം ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മളെങ്ങനെയാണ് ഈ വിഷയത്തിനെ ഡീൽ ചെയ്യേണ്ടിയിരുന്നത്, ഇനി ഇങ്ങനൊരു അവസരം വന്നാൽ എങ്ങനെ ഡീൽ ചെയ്യും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്ന് അറിയാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. അത് കമൻറ്റ് ബോക്സിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.